ഹലോ ഗൈസ്, വെൽക്കം ടു സ്പെക്ടർ മോട്ടോ വ്ളോഗ്സ്. അപ്പോൾ നമ്മളാ എൻജിൻ റീബിൽഡ് കഴിഞ്ഞിട്ട് 1000 കിലോമീറ്റർ ആവാറായിട്ടുണ്ട് വണ്ടിയുടെ. സോ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ആറ്റിങ്ങൽ KTM വന്ന് നിൽക്കുകയാണ്. സോ വണ്ടി ഇതുവരെ യൂസ് ചെയ്തതിൽ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. വേറെ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ കാണിച്ചത് എന്തൊക്കെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചിട്ട് അതിൻ്റെ ബില്ല് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മളെ ഓയിലിൻ്റെ കളർ. ഫുള്ള് ഓയിൽ കഴിഞ്ഞ് പുതിയ ഓയിൽ ഒഴിച്ച് ഓയിൽ ഫിൽറ്ററിൻ്റെ അവസ്ഥ നോക്കാം. നമ്മളെ ബൈക്കിൻ്റെ 1000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ഓയിൽ ചേഞ്ചും ഓയിൽ ഫിൽറ്റർ ചേഞ്ചും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇന്ന് എയർ ഫിൽറ്ററും കൂടെ മാറിയായിരുന്നു. എയർ ഫിൽറ്റർ ഒരു 4000 കിലോമീറ്റർ അടുപ്പിച്ചായി. അതുകൊണ്ട് എയർ ഫിൽറ്ററും കൂടെ ഞാൻ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്തതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഫിൽറ്ററൊക്കെ നല്ല കറുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അത് വേറൊരു വീഡിയോയിൽ എൻജിൻ ബ്രേക്കിംഗ് പീരീഡിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഷൂട്ടിനായിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ മഴയായിപ്പോയി, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വണ്ടി ഇരിക്കുന്നതാണ്. പിന്നെ ബില്ല് കിട്ടിയിട്ടില്ല കേട്ടോ. ബില്ല് അവർ പറഞ്ഞത് ഇപ്പോൾ 6 months വാറണ്ടി ഉണ്ടല്ലോ. എൻജിൻ റീബിൽഡ് കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ലേബർ ആവത്തില്ല. അപ്പോൾ സ്പെയർ മാത്രം എടുത്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ സ്പെയറിൻ്റെ എമൗണ്ട് മാത്രം കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്ററും കൂടെ ചേർത്ത് 1924 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.